നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഒരു കപ്പലിൻ്റെ ചുമരിൽ, അതിൻ്റെ ബോഡിയിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ഒരു സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഭാരത് ലൈവ് വാർത്ത പുറത്തുവിട്ടിരുന്നു. അത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിൻ്റെ പുറകെ പുറത്തു വരുന്നത്. എന്തായാലും കേസ് വളരെ സങ്കീർണമായി. അത് കേന്ദ്ര സർക്കാർ വലിയ ഒരു ശ്രദ്ധ കൊടുത്ത് ജാഗ്രതയോടെ ആ കേസിനെ നോക്കിക്കാണുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ആ കേസിൻ്റെ അന്വേഷണം സംസ്ഥാന പോലീസ് വളരെ അലസമായി, വളരെ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിനോട് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം ചോദിക്കും എന്ന് ഉറപ്പാണ്. അതുമാത്രമല്ല, ഈ വിവാദം ഉണ്ടായപ്പോൾ, ഇങ്ങനെയൊരു വിവരം പുറത്തു വന്നപ്പോൾ തന്നെ കേസെടുക്കാതെ തികഞ്ഞ അലംഭാവം കാണിക്കുകയാണ് കൊച്ചി സൗത്ത് സിറ്റി പോലീസ് ചെയ്തത്. അത് സംബന്ധിച്ചും ഉന്നത തലങ്ങളിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടേക്കും. ഒടുവിൽ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ മാത്രമാണ് ഭാരതീയ ന്യായ സംഹിത 152 എന്ന 152 വകുപ്പ് പ്രകാരം രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ആ വിഭാഗത്തിൽപ്പെട്ട വകുപ്പ് ചുമത്തി കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറായത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കേസ് NIA ഏറ്റെടുക്കാൻ പോവുകയാണ്. കേരള പോലീസിൻ്റെ അന്വേഷണം, ഇതുവരെ ശേഖരിച്ച തെളിവുകൾ, മൊഴികൾ എല്ലാം അടക്കം NIAക്ക് ഉടൻ കൈമാറേണ്ടി വരും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിനകത്ത് വന്നിരിക്കുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് പ്രാഥമികമായിട്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ, അതായത് നമ്മൾ ആദ്യം പുറത്തു വന്ന വിവരം കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ അറ്റകുറ്റപ്പണിക്കായി പ്രവേശിപ്പിച്ച ഒരു കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതി എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെയല്ല. UK നോർത്ത് സ്റ്റാർ കമ്പനിക്കായി, നോർത്ത് സ്റ്റാർ എന്ന കമ്പനിക്കായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്ന, അതായത് ഇതൊരു സർവീസ് കപ്പലാണ്. ഈ സർവീസ് കപ്പൽ ചരക്ക് നീക്കത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന കപ്പലാണ്. അല്ലാതെ ഇതൊരു വിമാനവാഹിനി പോലെയുള്ള ഒരു യുദ്ധക്കപ്പലല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ കപ്പൽ നിർമ്മിച്ചു തുടങ്ങി. ആ കപ്പലിനുള്ളിലാണ്, അതിൻ്റെ ചുവരിലാണ് ഈ പറഞ്ഞതുപോലെ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടെത്തിയത്. എന്തായാലും ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം, ഈ ഒരു സുരക്ഷാ വീഴ്ച, ഇത് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ചർച്ചയായിരിക്കുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിലും ഇത് ചർച്ചയായിട്ടുണ്ട്. നമുക്ക് വലിയ നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആരെയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. 2025 ഈ കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2026 ഫെബ്രുവരി 25 ജൂൺ 10 ഇടയ്ക്കാണ് ഈ എഴുത്ത് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫോറൻസിക്കിൻ്റെ പരിശോധന കഴിഞ്ഞ് അവർ ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ കാലനിർണയം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രാഥമികമായിട്ട് നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സുരക്ഷ CISFനാണ്. ഏതാണ്ട് 150-ലധികം കരാർ തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഈ കരാർ തൊഴിലാളികളെ മുഴുവനും CISFും കേരള പോലീസും ചോദ്യം ചെയ്തു കഴിഞ്ഞു. അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ CISF പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും അവർക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ അന്വേഷണം നമ്മുടെ കേരള പോലീസ് ഏറ്റെടുത്തു. സത്യത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഉചിതമായ വകുപ്പുകളിട്ട് വളരെ ശ്രദ്ധയോടെ ഈ കേസ് അന്വേഷിക്കേണ്ടതായിരുന്നു. തുടക്കത്തിൽ കേരള പോലീസ് അലംഭാവം കാണിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നീടാണ് CISFൽ നിന്ന് അവർ അന്വേഷണം ഏറ്റെടുത്തത്. നമുക്കറിയാം, പോലീസിൻ്റെ അത്ര പ്രൊഫഷണലിസം CISFനില്ല. അവർ സുരക്ഷാ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന ഒരു ഏജൻസിയാണ്. അതേസമയം കുറ്റാന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ്. അതിന് പരിശീലനം സിദ്ധിച്ചവർ വേണം അത് നിർവഹിക്കാൻ. സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് നിർവഹിച്ചാൽ വേണ്ടത്ര വിജയിച്ചെന്ന് വരില്ല. അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്. എന്തായാലും
ഈ 150-ലധികം തൊഴിലാളികളുടെ ബയോമെട്രിക് വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇവർ പലരും ഇതര സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം പശ്ചാത്തലം അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇത്രയേറെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ ഒരു ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയത് അത്ര വലിയ കാര്യമാക്കേണ്ട ഒരു വിഷയമാണോ എന്ന ചോദ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലും മറ്റുമാണ് അങ്ങനെ ഉയരുന്നത്. ആരാണ് ഇതിൻ്റെ പുറകിലെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് പെട്ടെന്ന് തിരിച്ചറിയാനാകും. നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടി നിരവധി യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതുകൊണ്ട് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്ത്രപ്രധാന മേഖലയാണെന്ന് വ്യക്തമാണ്. ആ തന്ത്രപ്രധാന മേഖലയിലാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. മുമ്പ് ഒരു യുദ്ധക്കപ്പൽ 2019 അവിടെ നിർമ്മിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്ന്, അതായത് അവിടുത്തെ ഈ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്നൊരു ഹാർഡ് ഡിസ്ക് മോഷണം പോയത്. ആ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള വിവരങ്ങൾ പിന്നീട് നമ്മുടെ ശത്രു രാജ്യത്തിന് കൈമാറിയതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഈ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ച ഉദ്യോഗസ്ഥനെ പിന്നീട് NIA ആണ് കണ്ടെത്തുന്നത്. കേരള പോലീസ് അന്വേഷിച്ചിട്ട് ആ കേസിൽ ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ മംഗലാപുരത്തെ മാൽപ്പേ വിഭാഗത്തിൽ നിന്നുമാണ് ഈ ആളിനെ, അതായത് ഇതൊരു നോർത്ത് ഇന്ത്യക്കാരനാണ്, ഉത്തരേന്ത്യൻ സ്വദേശിയായ വ്യക്തി, അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഈ വിവരങ്ങൾ ഒരു ഹണി ട്രാപ്പിൽ അകപ്പെട്ട് ഈ വിവരങ്ങൾ കൈമാറുകയായിരുന്നു. അത് ശത്രുരാജ്യം, കൃത്യമായിട്ട് പറഞ്ഞാൽ പാകിസ്ഥാന് കൈമാറുകയായിരുന്നു. പാകിസ്ഥാൻ്റെ ISI എന്ന ചാരസംഘടനയ്ക്ക് കൈമാറുകയായിരുന്നു. ഹണി ട്രാപ്പിൽപ്പെട്ട ഈ ഉദ്യോഗസ്ഥനെ വളരെ സമർത്ഥമായി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും NIA അന്വേഷിച്ചത് കണ്ടെത്തുകയും ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സമാനമാണോ ഈ സംഭവം എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം ഇതുപോലെ ഹണി ട്രാപ്പിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈ കപ്പൽ നിർമ്മാണശാലയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടാകാം. നമ്മൾ ഈ വരുന്ന എല്ലാ ആൾക്കാരെയും, ഈ ജീവനക്കാർ, കരാർ തൊഴിലാളികൾ അടക്കമുള്ള ജീവനക്കാരെല്ലാം ദേശദ്രോഹികളാണെന്നോ രാജ്യവിരുദ്ധരാണെന്നോ അർത്ഥമില്ല. പക്ഷേ ഇതിനകത്ത് ചില ദൗർബല്യങ്ങളുള്ളവർ ഇത്തരം കുഴപ്പങ്ങളിൽ ചെന്നുപെടും. ഹണി ട്രാപ്പിലും മറ്റും പെട്ടുകഴിഞ്ഞാൽ അവർക്ക് ഈ ആരാണോ അവരെ പെടുത്തുന്നത് അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് വിമാനവാഹിനി അടക്കമുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിനാണ് ഇത്തരം സുരക്ഷാ വീഴ്ചകൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ സംഭവമാണ്. എന്തായാലും ഇത് നിസ്സാരമായിട്ട് എടുക്കാൻ NIA ഉദ്ദേശിച്ചിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. CISFൻ്റെ സുരക്ഷ കുറെ കൂടി കർശനമാക്കിയിട്ടുണ്ട്. എങ്കിലും കേരള പോലീസിന് ഈ കേസിൻ്റെ തുടക്കത്തിൽ കാണിച്ച അലംഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിന് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്ന് തീർച്ചയാണ്.